ലോകത്തിലെ മൂന്നിലൊരു ഭാഗം ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞ സഹകരണ സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലയിലെ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപ്രദേശങ്ങളിലെല്ലാം സ്വകാര്യ ബാങ്കുകൾ പിടിമുറുക്കി കഴിഞ്ഞു. സഹകരണ മേഖലയിലുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടായ സഹകരണ പ്രസ്ഥാനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഈ മേഖലയ്ക്ക് ഉണ്ടാവും. കാരണം സഹകരണ മേഖലയിലെ സഹകാരികൾ വർഷത്തോളം അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇന്ന് സഹകരണ പ്രസ്ഥാനം ഇത്രയും ഉയർന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉള്ള ഒരിടമാണ് കേരളം എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ മറ്റൊന്നിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഇത്തരത്തിലൊരു യോഗത്തിൽ ഞാൻ കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഞാൻ ആ ബാങ്കിൻ്റെ ഒരു യോഗത്തിൽ വന്നത്. അപ്പം അന്ന് തന്നെ അതൊന്ന് നിങ്ങളോട് ഈ കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. ഞാനത് ഈ ഒരു വേദിയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. SSLC, +2 എന്നിവയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയവർ, ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, സംസ്ഥാന കായിക കലാമേളകളിൽ ജില്ലയിൽ നിന്ന് മികച്ച നേട്ടം കൈവരിച്ചവർ എന്നിവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണമാണ് മന്ത്രി നിർവഹിച്ചത്. കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ആർ സനൽകുമാർ അധ്യക്ഷനായിരുന്നു. നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ഇസ്മായിൽ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര, സഹകരണ സംഘം തിരൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ AP പ്രഭാഷ്, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV പ്രസാദ്, കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഉണ്ണികൃഷ്ണൻ, കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ PP രാജേന്ദ്രകുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ M. സഹീർ, സൂപ്രണ്ട് M. ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ അംഗം E. ജയൻ സ്വാഗതവും അഡീഷണൽ രജിസ്ട്രാർ E. നിസാമുദ്ദീൻ നന്ദിയും പറഞ്ഞു. വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, സഹകരണ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, തിരൂർ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.